ഈ മന്ത്രിമാർക്ക് താല്പര്യമില്ലാത്ത ചില ആളുകളെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നുള്ളൂ തന്നെ അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം മന്ത്രിമാരുടെയും കൂടി വിശ്വാസത്തിലുള്ള ആളുകളെ വെച്ചില്ലെങ്കിൽ മന്ത്രിമാർക്ക് പണി കിട്ടുമെന്ന് വ്യക്തമായിട്ട് അറിയാം. ഒരു മന്ത്രിയുടെ കീഴിൽ തന്നെ ഏതാണ്ട് 10-40ഓളം പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുവന്ന് വൻ തുക പെൻഷൻ ബാധ്യതയാക്കി മാറ്റുന്നു സർക്കാരിന് എന്നൊക്കെ പറയും. ഇത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശന് വളരെ സീരിയസ് ആയി എടുക്കുകയും ഇത് അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു മന്ത്രിയെ കൃത്യമായി നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളൊരു ചുമതലയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിലുള്ള പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീട്ടിലൊക്കെയുള്ള സ്റ്റാഫിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത്, പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ നിയമിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ആളുകളായിരിക്കണം. ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിനൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ ഡാമേജ് എന്ന് പറയുന്നത് പലരും അഴിമതി നടത്താൻ വേണ്ടി പേഴ്സണൽ സ്റ്റാഫിലേക്ക് വന്നവരായിരുന്നു. പലരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പോയി നിൽക്കുന്നത്, ശുപാർശയോടെയാണ് പോയി നിൽക്കുന്നത്. ഇതിൽ എത്ര പേർ സ്റ്റാഫിൽ അകപ്പെടും, എത്ര പേർ പുറത്താവും എന്നൊക്കെയുള്ള വലിയ വിഷയമുണ്ട്. കാരണം ഇവരൊക്കെ യോഗ്യതയുള്ളവരായിരിക്കും, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കും. മാത്രമല്ല അവർ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ഇവിടെ ഈ ഓരോ ആളുകളെയും ജയിപ്പിച്ചു വിടാനൊക്കെ നന്നായി വർക്ക് ചെയ്തവരൊക്കെ തന്നെ ആയിരിക്കും. രാജേട്ട നമസ്കാരം. രാജേട്ട, ഇപ്പോൾ വി ഡി സതീശൻ മന്ത്രിസഭ മെയ് 18-ാം തീയതി അധികാരമേറ്റു. ഇന്നിപ്പോൾ 29-ാം തീയതി 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 11-ാമത്തെ ദിവസമാണ്. ഈ 11-ാമത്തെ ദിവസമായിട്ടും വകുപ്പ് തീരുമാനിക്കാൻ തന്നെ 2 ദിവസം സമയമെടുത്തു നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കോൺഗ്രസിനകത്തെ മാത്രമല്ല മുസ്ലിം ലീഗിലെ ഉൾപ്പെടെയുള്ള, എനിക്കത് കേരള കോൺഗ്രസിൻ്റെ മാത്രമാണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ അപ്പോയിൻമെൻറ്റ് പൂർത്തിയായിട്ടുള്ളത്. മറ്റു പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്തൊക്കെ അത് വലിയ അടിയിലേക്ക് വരെ പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. എന്നാൽ മറിച്ച് മുസ്ലിം ലീഗിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നിർദ്ദേശിക്കുന്ന പല പേഴ്സണൽ സ്റ്റാഫിനെയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ലീഗ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അനുസരിക്കാൻ, പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തെ അനുസരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് പാണക്കാട് തങ്ങളുടെ തന്നെ ഒരു നിർദ്ദേശത്തെ തള്ളിക്കളയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ കാലത്തും UDF അധികാരത്തിൽ വരുന്ന സമയത്ത് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് ആളുകൾ അവകാശവാദം ഉന്നയിക്കാറുണ്ട്. പല ജില്ലാ കമ്മിറ്റികളും ഏതാണ്ട് ഒരു ജില്ലാ കമ്മിറ്റി തന്നെ മൊത്തം സ്റ്റാഫിന് വേണ്ട ആളുകളെയൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ പിന്നീട് സമവായം ഉണ്ടാവാറാണ് സാധ്യത. കോൺഗ്രസിൻ്റെ അങ്ങനെയാണ്. ലീഗിന് സാധാരണ തർക്കങ്ങൾ ഉണ്ടാവാറില്ല. ലീഗ് ഓരോരോ ജില്ലാ കമ്മിറ്റി അതാത് സ്ഥലത്തെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി നേരത്തെ തന്നെ അങ്ങോട്ട് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാറാണ് സാധാരണ പതിവ്. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വലിയ കേഡർ പാർട്ടി ലീഗാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. CPM കാണും. CPM ചില അഭിപ്രായതകളൊക്കെ ഉണ്ടാവാറുണ്ട്, അത് പുറത്തു വരാറില്ലെങ്കിൽ. ലീഗ് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ, കാരണം അതിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പാണക്കാടായതുകൊണ്ട് പാണക്കാട് ഒരു ലിസ്റ്റ്, എല്ലാ ജില്ലാ കമ്മിറ്റികളും ഒരു ലിസ്റ്റ് പാണക്കാടേക്ക് അയക്കുന്നു. ആ പാണക്കാട് അത് നോക്കി ഓക്കെ നിങ്ങളെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടക്കട്ടെ, മന്ത്രിമാർ അംഗീകരിക്കും എന്ന് പറയുന്നു. മന്ത്രിമാർ അംഗീകരിക്കും. ഇത്തവണ അതല്ല സ്ഥിതി. ഇത്തവണ വകുപ്പുകൾക്ക് വേണ്ടിയിട്ട് പോലും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. കാരണം പൊതുമരാമത്ത് വകുപ്പ് ആദ്യം തീരുമാനിച്ചിരുന്നത് അബ്ദുൽ ഗഫൂറിനായിരുന്നു, കളമശ്ശേരി MLA അബ്ദുൽ ഗഫൂറിനായിരുന്നു. പക്ഷേ അത് തനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് KM ഷാജിയും അതുപോലെ തന്നെ PK ബഷീറും രണ്ടുപേരും തർക്കം ഉണ്ടാക്കുകയും പിന്നീട് അത് PK ബഷീറിന് കൊടുക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. നേരത്തെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഗഫൂറിന്റെ പിതാവായിരുന്നു ഈ വകുപ്പ്, VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു ഈ വകുപ്പ്. അന്ന് ആ സമയത്ത് ഈ അബ്ദുൽ ഗഫൂറാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഈ വകുപ്പ് യഥാർത്ഥത്തിൽ അദ്ദേഹം മന്ത്രിയൊന്നും ആയില്ലെങ്കിൽ പോലും ഈ വകുപ്പിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അദ്ദേഹത്തിന് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നൊക്കെ വളരെ വ്യക്തതയോടുകൂടിയൊക്കെയാണ് അദ്ദേഹം ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. പക്ഷേ അബ്ദുൽ ഗഫൂറിനെ ആ വകുപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ലീഗ് വളരെ ശ്രദ്ധാപൂർവ്വം നീക്കങ്ങൾ നടത്തുകയും, കാരണം അബ്ദുൽ ഗഫൂറിന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഒരു ചെറിയൊരു കരുനിഴലുണ്ട്, പാലാരോട്ടം പാലവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളുണ്ട്, അതുകൊണ്ട് അത് മാറ്റണം എന്നാവശ്യപ്പെടുകയും ഒടുവിൽ അത് മാറ്റാൻ തയ്യാറാവുകയും ചെയ്തു. നേരത്തെ പാണക്കാട് തങ്ങൾ വകുപ്പുകൾ വിഭജിച്ചു കൊടുത്താൽ പിന്നെ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. കുഞ്ഞാലിക്കുട്ടി അടക്കം ഇരുന്നിട്ടാണ് വകുപ്പ് വിഭജനം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോട് കൂടി തീരുമാനപ്രകാരം ഉണ്ടായ വകുപ്പ് വിഭജനത്തിലാണ് പിന്നീട് മാറ്റം ഉണ്ടായത്. അത് ലീഗിലുണ്ടായ വലിയ മാറ്റം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ലീഗിൽ ഏറ്റവും വലിയ പ്രശ്നം ജില്ലാ കമ്മിറ്റികൾ, എല്ലാ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഓരോ ആളുകളെയൊക്കെ ശുപാർശ ചെയ്തിട്ടുണ്ട്. പഴയ ഈ മന്ത്രിമാർക്ക് താല്പര്യമില്ലാത്ത ചില ആളുകളെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നുള്ളൂ തന്നെ അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം മന്ത്രിമാരുടെയും കൂടി വിശ്വാസത്തിലുള്ള ആളുകളെ വെച്ചില്ലെങ്കിൽ മന്ത്രിമാർക്ക് പണി കിട്ടുമെന്ന് വ്യക്തമായിട്ട് അറിയാം. അത് ഈ പാലാരോട്ടം പാലം തന്നെ എല്ലാ ആളുകളുടെയും ഒരു ദുരനുഭവമായിട്ടുണ്ട്. ലീഗുകാർ എല്ലാ വകുപ്പിലും അവർക്ക് വിശ്വസ്തരെ മാത്രം വെക്കുക, അല്ലാത്ത ആരെയും അടുപ്പിക്കേണ്ട എന്നുള്ള. കാരണം അഴിമതി നടക്കുക, വിവാദങ്ങൾ ഉണ്ടാവുക, അതൊക്കെ അവരുടെ പൊളിറ്റിക്കൽ ഭാവിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ തർക്കം ഉണ്ടാകുന്നത്.
കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിഷയവും ഇത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊക്കെ പല പി എമാരും സ്വന്തം നിലയിൽ കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്നുള്ളത് കൊണ്ട് തന്നെ അവർ ധനാഗമനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഇതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് വെച്ചാൽ 2.5 വർഷം വെച്ചിട്ട് പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റാമായിരുന്നു. ഇപ്പൊ 4 വർഷം കഴിഞ്ഞാൽ മാത്രമേ പെൻഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു നിലപാടെടുത്തിട്ടേ ഉള്ളൂ. അത് നിയമമായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലൊരു നിയമം എന്തായാലും വി ഡി സതീശൻ പാസ്സാക്കും. കാരണം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഈ 2.5 വർഷം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന സമയത്ത് ഈ വിഷയം വലിയ വിഷയമായി അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാരെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി. കാരണം 2.5 വർഷം ഒരു മന്ത്രിയുടെ കൂടെ ഒരു സ്റ്റാഫ് വരുന്നു, അവൻ പെൻഷന് യോഗ്യത നേടുന്നു, അപ്പം തന്നെ അവൻ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു മന്ത്രിയുടെ കീഴിൽ തന്നെ ഏതാണ്ട് 40-40ഓളം പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുവന്ന് വൻ തുക പെൻഷൻ ബാധ്യതയാക്കി മാറ്റുന്നു സർക്കാരിന് എന്നൊക്കെ പറയും. ഇത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശന് വളരെ സീരിയസ് ആയി എടുക്കുകയും ഇത് അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ 4 വർഷമെങ്കിലും മിനിമം സേവനമനുഷ്ഠിച്ച പേഴ്സണൽ സ്റ്റാഫിന് മാത്രമേ ഇത്തവണ പെൻഷന് സാധ്യതയുണ്ടായിരിക്കും. അപ്പോൾ പകുതിയായി കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ തീർച്ചയായും 5 വർഷവും ഒറ്റ സ്റ്റാഫായിരിക്കുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ സ്റ്റാഫിന് അടക്കം മാറ്റുന്ന സംവിധാനമൊക്കെ ഇത്തവണ മാറാനുള്ള സാധ്യത വളരെ കൂടുതൽ. രണ്ടു കാര്യമുണ്ട്. മന്ത്രിമാരുടെ എഫിഷ്യൻസിയെ പോലും അത് ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2.5 വർഷമൊക്കെ എടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി. ഈ 2.5 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറഞ്ഞ ആളെ കൊണ്ട് മാറ്റുന്നതോടുകൂടി മന്ത്രിക്കാണ് ശരിക്കും പറഞ്ഞാൽ നഷ്ടം ഉണ്ടാവും. യഥാർത്ഥത്തിൽ പേഴ്സണൽ സ്റ്റാഫിനെ അല്ല മാറ്റേണ്ടത്, മന്ത്രിനെ മാറ്റേണ്ട അങ്ങനെയാണെങ്കിൽ. കാരണം ചില പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരായിരിക്കും. മന്ത്രി പലപ്പോഴും പല കാര്യങ്ങളും അറിയില്ല. ഇത് ഡയറിയിൽ എഴുതി വെക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ സ്ഥലത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിലും എല്ലാം മന്ത്രിയുടെ കയ്യിലെല്ലാം ഉണ്ടാകുന്നത് പേഴ്സണൽ സ്റ്റാഫിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകുക, ഒരു മന്ത്രിയെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളൊരു ചുമതലയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിലുള്ള പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെയുള്ള സ്റ്റാഫിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത്, പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ നിയമിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ആളുകളായിരിക്കണം. ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിനൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ ഡാമേജ് എന്ന് പറയുന്നത് പലരും അഴിമതി നടത്താൻ വേണ്ടി പേഴ്സണൽ സ്റ്റാഫിലേക്ക് വന്നവരായിരുന്നു. അപ്പൊ അവര് ഇവിടെ വന്ന് ഇരുന്ന് തൊട്ടിട്ട് അഴിമതിയായിരുന്നു. പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരുന്ന എല്ലാവരുടെയും ലക്ഷ്യം അഴിമതി തന്നെയാണ്. അല്ല, പക്ഷേ തന്റെ കുടുംബം ഒന്ന് സെറ്റിൽ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാവരും വരുന്നത്. എല്ലാ ആളുകളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചില ആളുകളൊക്കെ കുറച്ചും കൂടി നിഷ്കാമികൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് യാതൊരു തർക്കമില്ല. പിന്നെ ചില ആളുകൾ അവിടെ വന്ന് അവിടുത്തെ ഒരു സർക്കംസ്റ്റാൻസസിൽ ചില കാര്യങ്ങൾ നിർബന്ധിക്കപ്പെടും. ഇപ്പം ഒരു സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എറണാകുളത്ത് നിന്ന് ഒരാൾ പോയി പേഴ്സണൽ സ്റ്റാഫിൽ വരുന്നു. എറണാകുളത്തുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് DCC ഓഫീസിൽ നിന്ന് കത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് കത്ത് കിട്ടും, പുറകെ ഫോൺ വരും. ഞാനൊരാൾക്ക് കത്ത് കൊടുത്ത് വെച്ചിട്ട് വേണ്ട രീതിയിൽ പരിഗണിക്കണം എന്ന് പറയും. 3 ദിവസം കഴിഞ്ഞിട്ട് എന്തായി അതെന്ന് ചോദിച്ച് വീണ്ടും വിളിക്കും. അത് നമുക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറയും. ഇങ്ങനെ ഇത് സമ്മർദ്ദങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യേണ്ടതല്ലാത്തെങ്കിൽ പോലും ഇവിടുത്തെ സമ്മർദ്ദം കാരണം ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അയച്ചിരിക്കുന്നത് ഇവിടുത്തെ DCC ആയതുകൊണ്ട് തീർച്ചയായും ഈ DCC പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ DCC പിന്നെ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ മറ്റു ഭാരവാഹികളോ ഒന്നും വേണ്ട, ഈ താഴെക്കടയിലുള്ള ഏതെങ്കിലും നേതാവായാൽ പോലും ഒരു അടുത്ത് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും സമ്മർദ്ദങ്ങളെ ഇപ്പൊ ഈ അഴിമതി നടത്തി കിട്ടുക എന്നുള്ളത് ഈ വിളിച്ചു പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് ഇത് അഴിമതിയായി മാറുന്നതും ഒക്കെ. ഇതിലൊക്കെ ചിലപ്പോൾ ഈ നടത്തിക്കൊടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കാശൊന്നും കിട്ടിയെന്ന് വരില്ല, താഴെക്കടയിൽ ചിലപ്പോൾ കാശ് വലിയ രീതിയിൽ പോയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പിന്നീട് മന്ത്രിയെ വല്ലാത്ത രീതിയിൽ ഡാമേജ് ആക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ പേഴ്സണൽ സ്റ്റാഫിന് ഇപ്പോൾ ഹറിബറിയായി നിയമിക്കാത്തത്. വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് മാത്രം പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെ നിയമിച്ചാൽ മതി എന്ന് എല്ലാ മന്ത്രിമാരും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കത്തുമായിട്ട് വരുന്ന എല്ലാ ആളുകളെ അങ്ങ് നിയമിച്ചേക്കാം എന്നുള്ള ഒരു തീരുമാനം ഒരു മന്ത്രി ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുറെ ആൾക്കാർ ഇപ്പൊ തിരുവനന്തപുരത്ത് പോയി തമ്പടിച്ച് നിൽക്കുകയാണ്. MLA ഹോസ്റ്റലിലൊന്നും നിൽക്കാൻ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. എല്ലാ MLA-മാരുടെയും ഹോസ്റ്റലാണ്. മാത്രമല്ല, ഞാൻ അറിയാവുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തമ്പാനൂരിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ള മിക്കവാറും ചെറുകിട ഹോട്ടലുണ്ടല്ലോ, വാടക കുറഞ്ഞ 1500-2000 ഹോട്ടലുകളിലെല്ലാം 2-3 ആൾക്കാർ ഓരോ റൂമിലും വെച്ചിട്ട് ഇതുപോലെ പോയി തമ്പടിച്ചേക്കാണ്. കാരണം ഇവരെല്ലാം ശുപാർശയിൽ പോയിരിക്കുന്നതാണ്, അല്ലാണ്ട് വെറുതെ അവിടെ പോയി നിൽക്കുന്നില്ല.
ജില്ലാ കമ്മിറ്റിയൊക്കെ ശുപാർശ ചെയ്തിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. പല നേതാക്കന്മാർ, പല ഗ്രൂപ്പ് നേതാക്കന്മാർ, ഓരോ ജില്ലയിലും 3 ഗ്രൂപ്പ് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെ മന്ത്രിമാരുണ്ട്. അപ്പോൾ അതിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള പലരും അവിടെ പോയി തമ്പടിച്ച് എനിക്ക് 800ഓളം പേഴ്സണൽ സ്റ്റാഫ് ആവശ്യമായിട്ട് വരും. അത്രയും അല്ല, അതിന്റെ ഒരു 4 ഇരട്ടി ആളുകൾ ശരിക്കും തിരുവനന്തപുരത്ത് പോയി തമ്പടിച്ചേക്കുവാണ് നമ്മളിൽ കാണേണ്ടത്. അത് വലിയ ശരിക്കും സങ്കടകരമാണ്. അത് കാരണം പലരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പോയി നിൽക്കുന്നത്, ശുപാർശയോടെയാണ് പോയി നിൽക്കുന്നത്. ഇതിൽ എത്ര പേർ സ്റ്റാഫിൽ അകപ്പെടും, എത്ര പേർ പുറത്താവും എന്നൊക്കെയുള്ള വലിയ വിഷയമുണ്ട്. കാരണം ഇവരൊക്കെ യോഗ്യതയുള്ളവരായിരിക്കും, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കും. മാത്രമല്ല അവർ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ഇവിടെ ഈ ഓരോ ആളുകളെയും ജയിപ്പിച്ചു വിടാനൊക്കെ നന്നായി വർക്ക് ചെയ്തവരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അല്ല, എന്തിനാണ് പറയുന്നത്, BRM ഷഫീർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെ കൂടെ പരിഗണിക്കണം പേഴ്സണൽ സ്റ്റാഫിലേക്ക്. തീർച്ചയായും BRM ഷഫീറിന് പോലും പറയേണ്ടി വരും. കാരണം ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ മാത്രമല്ല, അവസാന ഘട്ടത്തിൽ മാറിക്കൊടുത്തവരുണ്ട്. ഇപ്പം നമുക്കറിയാലോ, പുനലൂരിലൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ വന്ന് KC വേണുഗോപാൽ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ മാറിക്കൊടുത്ത അങ്ങനെ കുറേ ആൾക്കാർ മാറിക്കൊടുത്തിട്ടുണ്ട്. നല്ല യോഗ്യതയുള്ളവരൊക്കെ തന്നെ മാറിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ പരിഗണിക്കുക എന്നുള്ളതും കൂടി ചില എന്താ പറയേണ്ട മാനുഷികമായ പരിഗണനയാണ്. ഇപ്പൊ എനിക്കൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർ, ജില്ലാ പ്രസിഡന്റുമാര്, സംസ്ഥാന ഭാരവാഹികളൊക്കെ OJ ജനീഷിന്റെ പുറകെ ആയിരിക്കും എന്നെ പേഴ്സണൽ സ്റ്റാഫിലാക്കണം. അപ്പൊ ജനീഷിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. അതെ, അതുകൊണ്ട് ഒന്നാമത്തെ ഈ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തവണ ഈ ഒരുപാട് പേഴ്സണൽ സ്റ്റാഫിനെ കുത്തി നിറക്കുന്ന പരിപാടി ഉണ്ടാവില്ല നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറക്കണം. കാരണം ഈ വലിയ ദൂർത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനം എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വലിയ മാർഗങ്ങൾ ആരായേണ്ടതുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ദൂർത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേഴ്സണൽ സ്റ്റാഫിനൊന്നും നിയമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ പോയി കിടക്കുന്നവരുടെ അവസ്ഥ എന്താവും എന്ന് മാത്രമാണ് നമുക്ക് ആകെയുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് അവർ. അത് ശരിക്കും മാനുഷികമായ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ ആരൊക്കെ വരും ആരൊക്കെ പോകും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുന്ന സമയത്ത് മന്ത്രിമാർ വളരെ ജാഗ്രതയോടുകൂടി തന്നെ വേണം. അത് ലീഗുകാരുടെ ലൈൻ തന്നെയാണ് കറക്റ്റ്. ഏതെങ്കിലും ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കയറ്റി വെക്കരുത്. കൃത്യമായി സ്ക്രൂട്ടനൈസ് ചെയ്ത് അതാത് സ്ഥലത്തുള്ള നേതാക്കന്മാരൊക്കെയായി വീണ്ടും ആലോചിച്ച് അവർ അപകടകാരികളല്ലെന്ന് 100% ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സ്റ്റാഫിലേക്ക് കയറ്റി വെക്കാവുള്ളൂ. പിന്നീട് കയറ്റി വെച്ച് പിന്നീട് വലിയ മരണമായി തീരുന്നത് ഒഴിവാക്കണം എന്ന് മാത്രമാണ് മന്ത്രിമാരോടുള്ള അഭ്യർത്ഥന.